എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോവാം. ഇതൊരു പെരുന്നാൾ വ്ളോഗാണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും സംഭവം കളറാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് കുറേ നാളായി എവിടേക്കെങ്കിലും ഒന്ന് ഒരുമിച്ച് പോയിട്ട്. കാരണം ഞാനും ശാക്രയും തമ്മിൽ അത്ര ടേംസിലല്ലായിരുന്നു. എന്ന് വെച്ചാൽ ചെറിയ സൗന്ദര്യപ്പണക്കം. അപ്പോൾ പെരുന്നാളല്ലേ എന്ന് വിചാരിച്ചിട്ട് സൗന്ദര്യപ്പണക്കമൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ കറങ്ങാൻ പോകാൻ തീരുമാനിച്ചു കേട്ടോ. നമ്മളെന്ന് പറയുമ്പോൾ ഞാനുണ്ട്, ഉമ്മച്ചിയുണ്ട്, മമ്മുണ്ട്, ശാക്രയുണ്ട്, പിന്നെ മമ്മുൻ്റെ ഫ്രണ്ട് അജ്മലും ഉണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കഴിഞ്ഞ വലിയ പെരുന്നാളാണ്. ഇതേ ആൾക്കാരുടെ കൂടെ കഴിഞ്ഞ തവണ ഇതേപോലെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഇതേ ടൈമിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതാട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ച വാട്ടർ മെട്രോ വഴി പോകാമെന്നാണ്. പക്ഷെ നമ്മൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള അത് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കരുതി കുറച്ച് നടക്കുമ്പോൾ മറൈൻ ഡ്രൈവിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് നടക്കുമ്പോൾ നമുക്ക് ബോട്ട് ചുറ്റി എത്താൻ പറ്റുമല്ലോ. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് കാശും ആകുന്നില്ല. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പെർ ഹെഡ് എല്ലാവർക്കും 6 രൂപ വെച്ചിട്ടാണ് ആയത് കേട്ടോ ഫോർട്ട് കൊച്ചിക്ക് പോകാൻ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു, ബോട്ടിലേക്ക് കയറി. ഒരു 5 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ ടോട്ടൽ. പിന്നെ ഭയങ്കര കൺവീനിയൻ്റ് ആണ് നമുക്ക്. ബഡ്ജറ്റ് നോക്കുമ്പോഴായാലും യാത്രയുടെ ആ ഒരു സുഖം നോക്കുമ്പോഴായാലും ഒരുപാട് നേരം ഒന്നും ഇരിക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് ബസ് വഴിയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് നേരം ഇരിക്കണം. ട്രാവലിംഗ് പീരീഡ് ഒരുപാടുണ്ട്. പക്ഷേ ഇത് നമുക്കൊരു 5-6 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലെ എൻട്രൻസ് വരെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ മമ്മുവിന് കണ്ണാടി കണ്ണിലുടക്കി. അവന് എവിടെന്നേലും ഒരു കണ്ണാടി സെറ്റാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് പരതി നടക്കുകയാണ്. പക്ഷെ അവൻ്റെ സൈസിന് കണക്കായ ഒരു കണ്ണാടി പോലും അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ എല്ലാം എടുത്തു വയ്ക്കുന്നു, നോക്കുന്നു, പക്ഷെ ഒന്നും അവൻ്റെ സൈസ് അല്ലായിരുന്നു. പക്ഷെ അവൻ ഒരെണ്ണം കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് 5-6 കടകളിൽ കയറി ഇറങ്ങി നടക്കുക കേട്ടോ. ചിലതൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, കൊള്ളാം നീ എടുക്കുമെന്ന് പറയുന്നു. പക്ഷെ അവൻ അത്ര തൃപ്തിയാവുന്നില്ല. അവൻ എടുക്കുന്നു, വെക്കുന്നു, തിരിച്ചു വെക്കുന്നു, ഇത് തന്നെയായിരുന്നു. അവസാനം തെറി കിട്ടുമെന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോൾ ലാസ്റ്റ് ഒരു കടയിലത്തെ കണ്ണാടി അവന് ഇഷ്ടമായി കേട്ടോ. അതവ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അജ്മലിനോട് പറയുന്നുണ്ട് എന്തെങ്കിലും അവിടെ നിന്ന് എടുക്കാൻ. പക്ഷെ അവൻ എടുക്കുന്നില്ല. അവന് കണ്ണാടിയോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. അവൻ എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബീച്ചിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് ലാസ്റ്റ് ബസ്സിന് തിരിച്ചു പോകണം. അല്ലാണ്ട് നമ്മൾ കാറിലൊന്നും അല്ലല്ലോ വന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്നെല്ലാം ചെയ്തിട്ട് നടക്കാമെന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേപോലെ ഒരു പോർട്ടബിൾ ഫാൻ കണ്ടു. നോക്കിയപ്പോൾ 50 രൂപയേ ഉള്ളൂ. നല്ല കാറ്റും വരുന്നുണ്ട്. അതൊരെണ്ണം ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് ഈ കൊച്ചു പിള്ളേരെ പോലെ ഈ വഴി കടന്ന് ഈ കളിപ്പാട്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇൻട്രസ്റ്റാണ്. ഞാനതൊക്കെ പിന്നീട് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെറുതെ വെക്കാനായിരിക്കും. പക്ഷേ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങ് വാങ്ങിച്ചു കൂട്ടും. അങ്ങനെ അത് വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ബീച്ചിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള ഓപ്ഷനൊന്നുമില്ല. കാരണം കടലിപ്പോൾ നന്നായിട്ട് കര കയറി കിടക്കുകയാണ്. ജസ്റ്റ് നമുക്ക് അവിടെ എവിടെയെങ്കിലും നിന്നത് കാണാം, ആസ്വദിക്കാം, അത്രേ ഉള്ളൂ. താഴേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിന് മുന്നേ വന്നപ്പോൾ കടൽ ഒരുപാട് പിറകിലായിരുന്നു. ഇത്രയ്ക്ക് കര കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഐസ്ക്രീം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരൊക്കെ ചോക്കോ ബാറിൻ്റെ ടീമാണ്. ഞാൻ മാത്രം മാംഗോ ബാറാണ് വാങ്ങിയത്. എനിക്ക് പണ്ടേ മാംഗോ ബാറിനാണ് കേട്ടോ ഒരിഷ്ടം കൂടുതൽ. അപ്പോൾ അത് വാങ്ങി കഴിച്ചു. അപ്പോൾ ഉമ്മച്ചിക്ക് തണുപ്പായതുകൊണ്ട് ഐസ്ക്രീം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഉമ്മച്ചി എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ കോൺ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഉമ്മച്ചിക്ക് ഒരുപാട് ദൂരം നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞ് കോൺ വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെ ഈ പൊട്ടാസ് ഉണ്ടല്ലോ, ഈ എറിഞ്ഞ് പൊട്ടിക്കുന്ന പൊട്ടാസ്. അപ്പോൾ അത് കണ്ടുവരണം. അവിടെ എല്ലാവരും അത് വാങ്ങി കളിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി. നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങി. പക്ഷെ ഒരു പാക്കറ്റ് മൊത്തം ഞാൻ തന്നെ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവന്മാർക്കത് കിട്ടുന്നില്ല. അവസാനം അവന്മാരത് പിടിച്ചു വാങ്ങിയിട്ട് പോയി കേട്ടോ. തീർന്നു പോകുമെന്ന് പറഞ്ഞിട്ട് അവന്മാരത് പിടിച്ചു വാങ്ങിയിട്ട് പോയി. പിന്നെ അവിടെ തന്നെ സർബത്ത് കടയുണ്ടായിരുന്നു. അപ്പോൾ സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് കുറച്ച് സർബത്ത് ഓർഡർ ചെയ്തു. വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് 4 പേരും 4 ഫ്ലേവേഴ്സാണ് ഓർഡർ ചെയ്തത്. പക്ഷേ 4 വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഫുൾ കുറേ മധുരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നേരം കൂടി നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പട്ടമൊക്കെ പറത്തുന്നുണ്ടായിരുന്നു അവിടെ നിറയെ. അപ്പോൾ അതൊക്കെ നോക്കി കുറേ നേരം അവിടെ നിന്നു. അത് കണ്ടപ്പോൾ പിന്നെ അവന്മാർക്കും പട്ടം പറത്തുമെന്ന് വിചാരിച്ച് പോയി പട്ടം വാങ്ങിക്കൊണ്ട് വന്നു. പക്ഷെ പറത്താൻ അറിയാനിട്ട് ആ 20 രൂപ അവിടെ നഷ്ടം വന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോകാമെന്ന് കരുതി. കാരണം 9 മണി വരെ നമുക്ക് ലാസ്റ്റ് ബസ്സുള്ളൂ. അത് കിട്ടിയില്ലേ പിന്നെ നമുക്ക് തിരിച്ച് വീടെത്തുന്ന കാര്യം കഷ്ടം. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു.